ഹലോ, എല്ലാവർക്കും ആദ്യം തന്നെ വിഷു ആശംസകൾ. എല്ലാവരും വിഷു നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സൂപ്പറായി ആഘോഷിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് വിഷുവിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മളെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ കൂടെ ആഘോഷിച്ചിട്ടുള്ളൊരു വ്ളോഗ്. അപ്പോൾ വിഷു എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷു ആയാലും ഓണായാലും നമ്മൾ മലയാളികൾക്ക് സദ്യയാണല്ലോ മെയിൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ, സാധാരണ ഞാൻ 2 ദിവസം മുന്നേ വരാറുണ്ട്, ഇപ്രാവശ്യം എനിക്ക് തലേ ദിവസമാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു, സാധനങ്ങളൊക്കെ കഴിഞ്ഞും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണി വെക്കാനുള്ള ചക്ക അതൊക്കെ ഞാൻ വേഗം വാങ്ങിച്ചു വെച്ചിട്ടോ, കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും ഇലയും എല്ലാം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്ക് ഇതൊക്കെയാണല്ലോ ഒരു പ്രത്യേകതര സന്തോഷം അല്ലേ. പ്രത്യേകിച്ചും മാങ്ങയും ചക്കയും സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റു അടിക്കും. പിന്നെ ഇലയ്ക്കാണ് ഏറ്റവും കൂടുതൽ അടി അവിടെ കേട്ടോ, കാരണം ഇല തീർന്നു പോയ എന്ത് ചെയ്യും, വിഷുവായിട്ട് പ്ലേറ്റിൽ കഴിക്കേണ്ടത്. അത് നമ്മുടെ ബനാന ലീഫ്, നമ്മുടെ ആ ഒരു വാഴയുടെ ഇല എന്ന് പറയുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ഇതാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വന്നിക്കായിരുന്നു. നല്ല തിരക്കായിരുന്നു. പടക്കം പൂത്തിരി അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആയപ്പോൾ, ഏകദേശം ഒരു രാത്രിയൊക്കെ ആയപ്പോൾ നമ്മൾ കൊന്നപ്പൂ പറിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിഷു ഒരുക്കങ്ങൾ ഇതാ രാത്രിയായി. ഉച്ചയ്ക്ക് നമ്മൾ പോയിട്ട് എന്താ പറയുക, നമ്മുടെ സാധനങ്ങളൊക്കെ, പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി 1-2 കിട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ തേടി പിടിക്കുകയാണ്. അപ്പോൾ കണ്ടോ, കണിക്കൊന്നയുടെ ഒരു കളിയാണ് ഇവിടെ. എവിടെ തിരിഞ്ഞാലും ഒറ്റ പ്രശ്നമുള്ളൂ, ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി, സമയം 7:30ആയി. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഇവിടെ എല്ലാവരും മലയാളികൾ വന്ന് താഴെയുള്ളതൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഇനിയൊരു കഠിന ശ്രമം നടത്തണം രമേശേട്ടൻ. ഇതിന് മുകളിലുള്ളത് പൊട്ടിക്കാൻ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. കണിക്കൊന്നയ്ക്ക് ഒരു പഞ്ഞുമില്ല ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം, നമ്മുടെ ഈ കാര്യങ്ങളുടെ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ലേറ്റായി വിഷുവിൻ്റെ കാര്യങ്ങൾക്ക്. അതാണ് സംഭവിച്ചത്. പക്ഷേ എത്ര കണിക്കൊന്നല്ലേ, അതിങ്ങനെ ഇളം മഞ്ഞ സ്വർണ്ണ കളർ എന്നൊക്കെ പറയില്ലേ. ഹായ്, പൊട്ടിക്കാം, നോക്കാം അല്ലേ, ഒരു യുദ്ധത്തിന് തയ്യാറാവട്ടെ. തോട്ടിയില്ലല്ലോ, തോട്ടി കണ്ടെങ്കിൽ സുഖമായി പൊട്ടിക്കാം. പിന്നെ ഇപ്പോൾ എവിടെ, ഇതിൻ്റെ മേലെ ഇങ്ങനെ കയറും, മരത്തിൻ്റെ മേലെ കയറേണ്ടി വരും. നമ്മുടെ കൊന്നപ്പൂവ്. ഹായ്, എത്ര കൊന്നേലേ. നമുക്ക് വിഷുവിന് എല്ലാ കൊല്ലം നിറയെ കൊന്ന വെക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. നമുക്കിത് ഒരു റൂമിലേക്കുള്ള കൊന്നപ്പൂ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ഓർമ്മയുണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ ആയതുകൊണ്ട് കിട്ടിയില്ല. ബാംഗ്ലൂർ അധികം ഇല്ലാത്തതുകൊണ്ട് 2 കുഞ്ഞത്. അതിന് മുന്നത്തെ പ്രാവശ്യം ഓർമ്മ രമേശേട്ടൻ ഒരു കൊല നിറയെ. എല്ലാ പ്രാവശ്യവും അതെ. അത് ഈ ഏരിയയിൽ കുറച്ച് കൂടുതലാട്ടോ, നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ. അധികം പൊട്ടിച്ചല്ലോ, ഇത്ര പൊട്ടിച്ചുള്ളൂ. കാരണം അവിടെ നിൽക്കുന്നത് നല്ല രസമാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഇതിനെ പൊട്ടിക്കാം. പക്ഷെ രസമല്ലേ, ഇത് ഫുള്ള് പൊട്ടിച്ചില്ലെങ്കിൽ നോക്കി നിലത്ത് മൊത്തം വീണ് കിടക്കുക. ഫുള്ള് ഒരു മഴ പെയ്താൽ എല്ലാം കഴിഞ്ഞു. പക്ഷെ കാണാനുള്ളൊരു ഭംഗി. ഇപ്പോൾ നിറയെ കൊന്ന കണി കണ്ടിട്ട് ഇതാക്കാം അല്ലേ. ഇനിയിപ്പോൾ വേറെ 1-2 സാധനം കൂടെ നോക്കാനുണ്ട്. അപ്പോൾ ഇനി വേറെന്താ, ഇനിയിപ്പോൾ ചെന്നിട്ട് സദ്യയുടെ പ്രിപ്പറേഷൻസ്, നുറുക്കി വയ്ക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ പഴയൊരു പഴഞ്ചൊല്ലുണ്ടെന്ന് പറഞ്ഞാലേ, മിത്തുക്കുട്ടിക്കൊരു ഡ്രസ്സ് നോക്കണം. വിഷുവിൻ്റെ തലേ ദിവസം ഡ്രസ്സില്ല എന്ന് പറഞ്ഞിട്ട് മിത്തുക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ആക്ച്വലി അത് വേറൊന്നല്ല, മിത്തുവിന് ട്രഡീഷണൽ ഡ്രസ്സ് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ. അതായത് പട്ടുപാവാട ഇഷ്ടമല്ല. അവിടെ പട്ടുപാവാട ഇരിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ മിത്തുവിൻ്റെ കയ്യിൽ ആ കഴിഞ്ഞ പ്രാവശ്യം ആ പ്രാണയുടെ പോലത്തെ ആ സെയിം ഓണത്തിൻ്റെ ചുരിദാർ തന്നെ നാളെ ഇടിയിക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒരു ഉടുപ്പ് പോലെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് സംഭവം. പിന്നെ ഞാൻ കുറേ ഓൺലൈൻ സ്റ്റോറുകളൊക്കെ നോക്കി, പക്ഷെ ഒന്നും വിഷു ആകുമ്പോഴേക്കും എത്തില്ല. പട്ടുപാവാട എന്തായാലും പറ്റില്ല. പിന്നെ എനിക്കൊരു പേടി, മിത്തുവിന് എന്താ വെച്ചാൽ ഈ കുത്തുന്ന പ്രശ്നം ഭയങ്കരമായിട്ട്, ഇറിറ്റേഷൻ സ്കിന്നിൻ്റെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ട് പോയി സ്റ്റിച്ച് ചെയ്യണതും അവിടെ നിന്ന് അയക്കണതും നമ്മളാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, അവളത് അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പം ഞാൻ വെറുതെ അത്രയും പൈസ കൊടുത്തിട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇത്ര ദിവസം വേണ്ട. അവൾ തന്നെ പറഞ്ഞു, അമ്മ ഞാൻ ഇടില്ല കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം നാട്ടിൽ പോയാൽ എന്തായാലും അവൾക്കുള്ള അങ്ങനത്തെ കുറച്ച് നാട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ പിന്നീടും അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഏകദേശം ഒരു യെല്ലോ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഉടുപ്പ് ഇടിക്കാമെന്ന് വിചാരിച്ചു. ട്രഡീഷണൽ ആവണമെന്നൊന്നുമില്ലല്ലോ, വൈറ്റ് ആൻഡ് യെല്ലോ ഇങ്ങനത്തെ ആകുമ്പോൾ എപ്പോഴും ഇടാം. ഇങ്ങനത്തെ ഉടുപ്പുകളാകുമ്പോൾ എപ്പോഴും ഇടാം. കുട്ടികൾക്ക് അതും ഒരു കാര്യമാണ്. ഈ ട്രഡീഷണലി അമ്പലത്തിൽ പോകുമ്പോഴും ഇങ്ങനെ മാത്രമല്ലേ ഇടുള്ളൂ. ഇതാകുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യാമല്ലോ വിചാരിച്ച് ഞാനിപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഇവിടെ 1-2 കടയിൽ പോയി ട്രഡീഷണൽ ഫ്രോക്ക് ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി. കണി കാണാൻ പോവാറായി ഏകദേശം. അപ്പോഴാണ് ഡ്രസ്സ് സമയം 9 മണി. ഇതാണ് അവസ്ഥ. എൻ്റെ പിന്നെ സാരി ഞാനിപ്പോൾ തപ്പിയെടുത്ത് ബ്ലൗസൊക്കെ ടൈറ്റായി അതൊക്കെ ഒരു സ്ഥലത്ത് ഓടിപ്പോയി അഴിക്കാൻ കൊടുത്ത് അയണൊക്കെ ചെയ്ത് വെച്ചു. നിമിഷേട്ടന് പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള അതേ കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാല്ലേ. വിഷുവിനായിട്ട് ഇപ്പം അങ്ങനെ ഒരു പുതിയത് എടുക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് കഴിഞ്ഞു. ആക്ച്വലി ട്രഡീഷണൽ ഇഷ്ടംപോലെ സാരി ഉണ്ട്. അപ്പോൾ പുതിയ നമുക്കാണെങ്കിൽ പിന്നെ കൊളാബറേഷൻ വഴി വരുന്ന സാരികൾ. ഞാൻ എൻ്റെ സൈസ് കഴിഞ്ഞ ഒരു 25-30 കൊല്ലമായിട്ട് ഒരേ സൈസ് ആയ കാരണം നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ ആഴ്ചയിലും സൈസിൽ വ്യത്യാസം വരുന്ന കാരണം എന്താ ഉള്ളത്, കണി വെക്കാൻ വേറെ ഉരുളില്ല എന്നുണ്ടാവും രാവിലെ എണീക്കുമ്പോൾ.
ഒന്നും പറയാൻ പറ്റില്ല, ചെന്ന് നോക്കിയിട്ട് വേണം. കാരണം ഇന്നാണ് ഞാൻ ബ്ലൗസൊക്കെ വാരി വലിച്ചിട്ട് അത് മുഴുവൻ നാളെ രാവിലെ മടക്കി വെക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. അതിൻ്റെ ഇടയിൽ ഒരാവശ്യമില്ലാതെ വിഷു ഓളാക്കാൻ രമേശേട്ടൻ്റെ ഒരു ട്രിപ്പും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാട്ടോ വിഷു ആഘോഷിക്കണം. അപ്പോൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ രമേശേട്ടൻ പറയാം അത് എനിക്ക് 1 മണിക്ക് പോകണമെന്ന്. അപ്പോൾ രമേശേട്ടൻ ഒഫീഷ്യൽ ട്രാവലിംഗ് ആണ്. അതെനിക്ക് പെട്ടെന്ന് ഇന്നലെ ഇറങ്ങിയതാണ്. 1:30 എന്തായാലും പോകണം. 1:30 ഞാൻ വെച്ചാൽ പിന്നെ എന്തിനാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് വിഷു ആഘോഷിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഈവനിങ് 5 മണിക്ക് ഫ്ലൈറ്റ് അത് രാത്രിയെങ്കിലും ആക്കിയാൽ എന്തെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 1:30 പോവാത്ര. അപ്പോൾ ഞാൻ പറയാൻ പോയിക്കോളാം, ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് കൂടാനൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ തന്നെയാണ്, കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കും, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ മൊത്തത്തിൽ നല്ല കുളമായിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളെല്ലാതുമായിട്ട് നമ്മൾ വീട്ടിലെത്തി. ഇനി വിഷുവിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ഉരുളി കഴുകൽ, വിളക്ക് കഴുകൽ, ഈ വക സാധനങ്ങളൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. വെജിറ്റബിൾസും കണി വെക്കാനുള്ള ഒക്കെ റെഡിയാക്കി, നാളെ സദ്യക്കുള്ളതും റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാർന്നോര് എന്നത്തെയും പോലെ ഇവിടെ വിഷുക്കണി ഒരുക്കുന്നത് കാർന്നോരാണ്, രവിശേട്ടനാണ്. എല്ലാ വർഷവും മുടങ്ങാതെ അല്ലേ. കഴിഞ്ഞ വർഷം ബാംഗ്ലൂരും അതെ വിഷുക്കണി ഒരുക്കലായിരുന്നു. മിത്തുക്കുട്ടി അവിടെ ഇരുന്ന് സിനിമ കാണുന്നുണ്ട് കേട്ടോ, അതാണ് കാണുന്നത്. അപ്പുറത്തെ കൂടെ സിനിമയല്ല എന്തോ. ബാംഗ്ലൂർ നമ്മൾ തന്നെ വിഷുക്കണി, പക്ഷെ ബാംഗ്ലൂർ കൊന്നപ്പൂ ഉണ്ടായിരുന്നില്ല അല്ലേ. കൊന്നപ്പൂവേ കുറച്ച് കൂടുതൽ കിട്ടിയപ്പോ ചുമ്മാ അങ്ങനെ ഒരു ഐഡിയ നമുക്ക് പിന്നെ എല്ലാ കൊല്ലം കൊന്നപ്പൂവിനൊരു ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് വിഷുക്കണി ഒരുക്കാൻ. ഇത്ര വിഷുക്കണിയുടെ വീഡിയോ എപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്. അതാ കറക്റ്റ് വിഷുക്കണി സമയമാകുമ്പോ കാണും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു കൊന്നപ്പൂവ് അങ്ങനെ വെച്ചിട്ട് ബാക്കി ഉരുളിയിൽ വെക്കണേക്കാളും രസം നമ്മൾ കണ്ണ് തുറക്കുമ്പോ ഇങ്ങനെ നിറയെ കൊന്ന കാണുമ്പോ ഒരു ഭയങ്കര രസല്ലേ. അത് ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. കുറച്ച് കൊന്ന നമുക്ക് കണി വെക്കാൻ അല്ല ഉരുളിയിലേക്ക് വേണം. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മള് കൊന്നപ്പൂ ഉണ്ടിച്ചിട്ട് അങ്ങനെ മുഴുവൻ പൊട്ടിക്കാനൊന്നും പോയില്ല. അതങ്ങനെ കൊറേ ഉണ്ട് മരത്തിന്റെ മുകളിൽ പൊട്ടിക്കാൻ. അതിന്റെ മുകളിൽ നിൽക്കുമ്പോഴൊരു ഭംഗിയല്ലേ. ഈ മലയാളികൾ മൊത്തം പൊട്ടിച്ചിട്ടും അത്രയ്ക്ക് കൊന്നപ്പൂ അവിടെ ഉണ്ട്. കാരണം ഫുൾ കൊന്നമരാണ് ഇവിടെ. ഈ തണലിന് വേണ്ടിയിട്ട് കൊന്നമരങ്ങളാ. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കൊന്ന കിട്ടണം കേട്ടോ. ഒരു നല്ല ഐഡിയ അല്ലേ. നമ്മൾ ഈ തണലിന് വേണ്ടി വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ ഇങ്ങനത്തെ പൂക്കളുള്ള മരമാകുമ്പോൾ എന്ത് രസമല്ലേ കാണാൻ. ഇപ്രാവശ്യം നമുക്ക് കൺമഷി ഉണ്ട്, കറക്റ്റ് കൺമഷി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാങ്ങിക്കൊണ്ടിരുന്നു ഐടെക്സിന്റെ കൺമഷി. പിന്നെ കുങ്കുമച്ചപ്പും ഉണ്ട്. പിന്നെ അഷ്ടമംഗല്യം അല്ലേ, അഷ്ടമംഗല്യം അല്ലേ. ഞങ്ങൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഉറപ്പായിട്ടും വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം അഷ്ടമംഗല്യം ഉണ്ടെങ്കിൽ നല്ലതായില്ല. തന്നെ വാൽക്കണ്ണാടി എല്ലാതും ഉണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ വാങ്ങി. ഓട്ടൂറിലൊക്കെ നമ്മളന്ന് വീഡിയോ അല്ലേ ഫുഡ് വേൾഡിന്റെ സമയത്ത് നമ്മൾ വാങ്ങിച്ച അങ്ങനത്തെ വലിയ ഉരുളി. ഞാൻ അവിടെ ഒരു സൈഡിൽ കൂടെ നാളേക്കുള്ള ഫുഡിന്റെ പ്രിപ്പറേഷൻ ആട്ടോ. അതാ ഞാൻ മെല്ലെ കുറച്ച് ലേറ്റ് ആയത് വന്നത്. അപ്പോൾ നാളെ ഞങ്ങൾ 3 പേരും കൂടെ ഹാഫ് ആക്കിയിട്ട് അങ്ങനെ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അരിഞ്ഞു വെച്ചാൽ പിന്നെ നാളെ വേഗം സാരി കൊടുത്ത് റെഡി ആവാമല്ലോ. ഒന്നപ്പോ എന്താ വെച്ചാല് ഈ ചൂടുകാലായ കാരണം ഫുള്ള് കൊഴിഞ്ഞു ഇതായി. രസത്തിലായിരുന്നു പൊട്ടിച്ചപ്പോ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് പാടുള്ളൂ ഈ ചൂട് സമയം കൂടി. പൊട്ടിക്കുമ്പോ തന്നെ പകുതി നിലത്തായിരുന്നു, തണ്ട് മാത്രമായി തുടങ്ങിയിരുന്നു. നാളെ രാവിലേക്ക് മൊത്തം അയ്യോ വാടോ, അത് സങ്കടാവും. നാട്ടിലൊക്കെ അങ്ങനെ തന്നെ നമ്മള് വെക്കുമ്പോഴേക്കും അതുകൊണ്ടാണ് അതിന് ചെടിയിൽ തന്നെ നിർത്തണം എന്ന് പറയണത്. അപ്പൊ അത് സുന്ദരനായിട്ട് ഇങ്ങനെ സുന്ദരിയായി നിൽക്കും. അങ്ങനെ നമ്മുടെ കണി റെഡിയായി അല്ലേ. നല്ല അടിപൊളി കണി, നല്ല സൂപ്പറായിട്ടുണ്ട്. മനുഷ്യട്ട് അല്ലെങ്കിൽ സൂപ്പറായിട്ട് ഒരുക്കും. അപ്പം ഞാനും എല്ലാ സാധനങ്ങളും റെഡിയാക്കി സദ്യക്കുള്ളത്. ഇനി നാളെ എണീറ്റ് മിത്തുകുട്ടി കടന്നു, കാരണം സമയം ഒരുപാടായി. ഞാനതാ ഒരു കടി കെട്ട് കിടക്കുക നല്ലത്. മിത്ത് കടന്നു. വന്നിട്ട് ഞാൻ വിളക്കുളത്തിയതിന് ശേഷം ഞാൻ നിങ്ങളൊക്കെ വിളിക്കാം. അതെ, അതാണ്. ഇവിടെ നിറയെ പടക്കം പൊട്ടണു കേട്ടോ. പടക്കും ഇപ്പൊ ഈ സമയത്ത് അല്ലേ, പടക്കും മേശപ്പൂ കത്തിക്കൽ. അപ്പൊ ഞാൻ വിഷു ആയിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുള്ളൂ അതൊന്നുമില്ല. അത് പിന്നെയാണ് മനസ്സിലായത് നാളെ അംബേദ്കർ ജയന്തിയാണ്. അതിന്റെ ഗംഭീര ആഘോഷമാണ് ഇപ്പൊ ഈ കാണുന്നത്.
കുഴപ്പമില്ല. അപ്പൊ വിഷു ആയിട്ട് പടക്കം പൊട്ടിയില്ല എന്നുള്ളൊരു സങ്കടല്ലേ. നിറയെ ഇതിപ്പോ നമുക്ക് ഇവിടുന്ന് കാണാം മേശപ്പൂവും. ഈ രാത്രി 12 മണിക്ക് മേശപ്പൂ കത്തിക്കണു, അത് ഇത് ഒക്കെ. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ അംബേദ്കർ ജയന്തിയുടെ ആഘോഷമാണ്. മിത്ത് പറഞ്ഞിട്ടുണ്ട് പപ്പ എനിക്ക് കുറച്ചധികം വേണം കേട്ടോ. നിരവശിട്ട് പൈസ ഇല്ല, ഗൂഗിൾ പേ ചെയ്താൽ മതി. അത് എന്തിനാ നിങ്ങളുടെ അക്കൗണ്ടിൽ എനിക്ക് വേണ്ടക്ക് പൈസ ആയിട്ട് തന്നെ വേണം. പക്ഷെ വിഷുവിന്റെ ഫീൽ അതാണ്. ആ രാവിലെ കണി കണ്ടിട്ട് ആ പൈസ നമുക്ക് ഇങ്ങനെ കയ്യിൽ കിട്ടുമ്പോ പണ്ടൊക്കെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു ശരിക്കും. ഇങ്ങനെ അവിടെ പോയി ഇവിടെ പോയി ആ വീട്ടിൽ പോയി ഈ വീട്ടിൽ പോയി അമ്മമാര് വല്യച്ഛന്മാര് വലിയമാര് എല്ലാവരും എത്ര ഉണ്ടായി നമുക്ക് ഓരോരുത്തർക്കും എന്നുള്ള കളക്ഷൻ അല്ലേ. ഇപ്രാവശ്യം എത്ര ഉണ്ട് എന്നുള്ള രീതിയിൽ കുറച്ചു കാലം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയൊക്കെ അമ്മയും ഓരോരുത്തരൊക്കെ ആയിട്ട് എടുത്ത് കൊണ്ടുപോകും. പക്ഷെ അതൊരു ഭയങ്കര ഫീൽ. എനിക്ക് വിഷു പറയുമ്പോ അതിന്റെ ആ ഒരു ഫീല് ഭയങ്കര പടക്കം പൊട്ടിക്കുന്നത്, തീരെ പൊട്ടിക്കുന്നത്. ഇപ്പൊ നാട്ടിലിപ്പോ ഗീതൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ പടക്കൊക്കെ പൊട്ടിക്കുമ്പോ അത് മിസ്സാവണം. അതൊക്കെ രസം. നമുക്കൊരിക്കലും വിഷുവിന് നാട്ടിൽ പോകാൻ പറ്റില്ല. ഈ ഏപ്രിലെ ക്ലാസ്സും കഴിഞ്ഞ കൊല്ലം എന്നാലും ബാംഗ്ലൂര് വിഷു ആഘോഷിക്കാൻ പറ്റി എല്ലാരും കൂടെ. കഴിഞ്ഞ കൊല്ലം വരെ മിത്തുവിന് പറ്റുണ്ടായിരുന്നു, ഇനി ഒട്ടും പറ്റില്ല. ഏപ്രിൽ ക്ലാസ് ഉണ്ടാവും. അതെ. അപ്പൊ നമുക്ക് നാളെ നല്ല അടിപൊളിയായിട്ട് കണ്ടോ പടക്കം കേൾക്കില്ലേ. അപ്പൊ ഇനി കണി മൊത്തത്തിൽ കാണിച്ചു തരാം. അതെ, നമ്മുടെ വണ്ടർലാൻഡിന്റെ കണി കഴിഞ്ഞ 4-5 വർഷമായിട്ട് നിങ്ങളെന്നും കാണുന്നുണ്ടാവും. അപ്പൊ അത് മുടക്കാതെ നമ്മൾ കാണിച്ചു തരാം. എന്താ ഹാപ്പി വിഷു. അങ്ങനെ നമ്മൾ വിഷുവിൻ്റെ അന്ന് രാവിലെ കണിയൊക്കെ കണ്ട് ഇതാ ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പോൾ സമയം 9 മണിയായിട്ടുള്ളൂ കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞു. കണ്ടോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ആ വിഷുവിൻ്റെ ഒരു ഫുൾ വൈബ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. വൈബിനേക്കാൾ കൂടുതൽ ചീവീടിൻ്റെ ശബ്ദമാണത്. അപ്പോൾ ഈ പാർക്കിൽ കണിക്കൊന്നയുടെ ഒരു കളിയാണ്. എന്തൊരു ഭംഗിയാണ്. പക്ഷേ ഇവിടുന്ന് പൂ പൊട്ടിക്കാൻ പാടില്ല. അതൊരു നല്ല കാര്യമാണ് ആക്ച്വലി. ഇതിൻ്റെ ഉള്ളിലത്തെ പൂകളൊന്നും അങ്ങനെ ആരും പൊട്ടിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂത്ത് അല്ലെങ്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ വിഷു സാരി. ഇത് പുതിയതൊന്നല്ല, ഇത് കുറേ മുന്നേ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ അമ്പലത്തിൽ പോവാം തൊഴുതിട്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, ആതിരയുടെ വീട്ടിലാണ് നമ്മളിന്ന് വിഷു ആഘോഷിക്കുന്നത്. അവളുടെ പുതിയ വീടായതുകൊണ്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അവിടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ആതിരയും ഗ്രീഷ്മയും കൂടിയിട്ടാണ് നമ്മൾ ഫാമിലി. അപ്പം 3 പേരും കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ഒരു വലിയ സദ്യ ആവുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാട്ടോ. വിഷുവിൻ്റെ മുന്നേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ 2 ഫോട്ടോ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവരും വിഷുക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. പടക്കം ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇന്നലെ അംബേദ്കർ ജയന്തിയും കൂടെ ആണെന്ന്. അതുകൊണ്ട് നല്ല അടിപൊളി. ആഹാ, കൊന്നപ്പൂവിൻ്റെ എന്തൊരു ഭംഗിയാണ് കൊന്നപ്പൂ കാണാനറിയാം. മിത്തുക്കുട്ടിയുടെ ഡ്രസ്സും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ നമ്മൾ രാത്രി ഓടിപ്പോയി വാങ്ങിയില്ലേ. അപ്പം അങ്ങനെ അല്ലേ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ വിഷു. അല്ലെങ്കിൽ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ബുക്ക് ചെയ്യാനൊക്കെ ഇരുന്നതായിരുന്നു. പക്ഷേ രംഷേട്ടൻ്റെ പ്ലാൻ പെട്ടെന്ന് ഇതായതുകൊണ്ട് സിനിമ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വിഷു ഒക്കെ ആകുമ്പോൾ അങ്ങനെയല്ലേ, തലേദിവസം അല്ലെങ്കിൽ അന്നൊക്കെ ഒരു സിനിമയൊക്കെ കാണാൻ. ഇപ്പോഴാണെങ്കിൽ 3 പടം ഒരുപോലെ അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം അല്ലേ. വിഷു കഴിഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് കാണാം. അപ്പോൾ വിഷുവായിട്ട് കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫോട്ടോസായിരുന്നു. കാരണം ആ ഒരു പാർക്കിലുള്ള കണിക്കൊന്നയും എല്ലാം കൂടെ ആയിട്ട് നല്ല കിടിലൻ ഫോട്ടോസ് എടുത്തു. അപ്പോൾ രംഷേട്ടനും മിത്തുനും ഫോട്ടോ എടുത്തു തരാനാണ് ഇഷ്ടം. അവർക്ക് ഫോട്ടോൻ്റെ മുന്നിൽ പോസ് ചെയ്യാൻ വലിയ ഇഷ്ടമല്ലേ. അതുകൊണ്ട് 1-2 ഫോട്ടോ കിട്ടിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഫോട്ടോസൊക്കെ. അങ്ങനെ ഞങ്ങളിത് ആ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. എൻ്റെ ഫോട്ടോഷൂട്ട് കേട്ടോ, ഇവരാരും വന്നില്ല ഫോട്ടോ എടുക്കാനൊന്നും. അപ്പോൾ ഇത് തന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് ഇടിയിപ്പിച്ചതാണ്. മിത്തുക്കുട്ടിയുടെ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. മിത്തു ട്രഡീഷണൽ അല്ലാന്നേ ഉള്ളൂ, പക്ഷെ എപ്പോൾ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു ഉടുപ്പ്. നല്ല ഒരു ചിക്കൻ കാരി കോട്ടൺ, പ്യോർ കോട്ടൺ ആണ്. ചിക്കൻ കാരി വർക്കൊക്കെ ആയിട്ട്. എന്താ രംഷേട്ടന് പറയാനുള്ളത്? ചുവന്ന ഇത് ഇടാൻ പറഞ്ഞതാ എല്ലാവരും. ഞാൻ റെഡ് ആയതുകൊണ്ട് റെഡ് കുർത്തിടാൻ പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ ഓണത്തിനും കഴിഞ്ഞ വിഷുവിനും റെഡ് ആയതുകൊണ്ട് ഞാൻ പച്ച ടൊട്ടേ ചോദിച്ചു. 3 കളർ കുർത്തുണ്ട്. മാറി മാറി ഇടും. ദിവാലിക്കും ഓണത്തിനും വിഷുവിനും ബ്ലൂ ബ്ലാക്ക് അല്ല ബ്ലൂ ഗ്രീന് റെഡ്. വല്ല കല്യാണം വരുമ്പോഴും ഇതന്നെ ഇടും.
പക്ഷെ ഇവരുടെ ഒന്നും കേട് വരില്ല. കണ്ടോ എന്താ നല്ല തുണി എത്രയാണെങ്കിലും കേട് വരില്ല. പിന്നെ സൈസിന് അതാണ് മെയിൻ. എനിക്കൊക്കെ എല്ലാ ആഴ്ചയും ബ്ലൗസ് തുന്നിക്കണം. ഒറ്റ ബ്ലൗസ് അവരെ 100 ബ്ലൗസ് ഉണ്ട്. ഇന്നലെ നോക്കിയപ്പോ ഒരൊറ്റ ബ്ലൗസേ കയറുള്ളൂ ഇത്. ഇനി അടുത്ത പ്രാവശ്യം നോക്കുമ്പോ ഇതൊക്കെ ലൂസാവും. അങ്ങനെ ഒരു ശരീരം. അപ്പൊ നമുക്കിത് അമ്പലത്തിൽ എത്താറായിട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു. ഈ കാണുന്ന വണ്ടികളൊക്കെ അമ്പലത്തിലേക്കുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വിഷു ഇതൊക്കെ കാരണം പൂജയും കാര്യങ്ങളൊക്കെ കുറച്ച് അധികം ഉള്ള കാരണം ലേറ്റ് ആയിട്ടാണ് നട അടയ്ക്കും ചെയ്തത്, ലേറ്റ് ആയിട്ടാണ് നട തുറക്കും ചെയ്തത് കേട്ടോ. ഇവിടെ സ്പെഷ്യൽ വിഷു സദ്യ ഉണ്ട് രാത്രി. പിന്നെ കുറേ പ്രോഗ്രാംസ് ഉണ്ട് അമ്പലത്തിൽ വിഷുവിൻ്റെ. അപ്പോൾ അതൊക്കെ ഈ രാത്രി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഫുഡൊക്കെ നമ്മൾ ഓൾറെഡി രാവിലെ തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് സ്പെഷ്യൽ പാൽ പായസം. നാട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന ഉണക്കല്ലരി ഉണ്ടായിരുന്നു. ചെറിയ വീട്ടിലുണ്ടായ ഉണക്കല്ലരി. അത് വെച്ചിട്ട് അമ്മ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫുഡ് വേൾഡിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പാൽ പായസം ഉണ്ടാക്കി. പിന്നെന്താ പൈനാപ്പിൾ പച്ചടി, പിന്നെന്താ മസാലക്കറി, ഓലൻ ആൻഡ് ഇത് കാളനാട്ടോ. അപ്പം നമ്മൾ ഇറങ്ങായി. All set. അങ്ങനെ ഒരു 11:30 ആയപ്പോൾ ഞങ്ങളെല്ലാവരും ആതിരയുടെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി കളിക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല രസമല്ലേ, എല്ലാവർക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവരെപ്പോഴും കണ്ടുമുട്ടുന്ന കാരണം ഇവർക്കും നല്ല പരിചയവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആതിരയും ഗ്രീഷ്മേനെയും പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. വ്ളോഗിൽ നിങ്ങളെല്ലാവരും കാണാറുണ്ട്. എൻ്റെ ബെസ്റ്റീസാണ് കേട്ടോ. ഞാനവരൊന്നും ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല അല്ലേ വ്ളോഗിലും കാര്യം. ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്ന ഉടനെ ഗ്രീഷ്മേനെ പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 പേരും ഉണ്ടായിരുന്നു. ഓരോരുത്തർ ഓരോ തിരക്ക് കാരണം ഡാൻസിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഞാനും അവസാനമായപ്പോൾ ഒഴിഞ്ഞിപ്പോൾ തട്ടിക്കൂട്ടി രണ്ടാമതും തുടങ്ങിയിട്ടുണ്ട്. ഞാനും ഗ്രീഷ്മയും കൂടിയിട്ടാണ് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാനൊരു ദിവസം 2 പേരും പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 പേരും വർക്കിംഗ് ആണ്. അപ്പോൾ ആതിര ഞാൻ പറഞ്ഞ പോലെ പ്രൊഫസറാണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് M.Tech കഴിഞ്ഞ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. കൂട്ടത്തിൽ PhD ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു തിരക്കും കുഞ്ഞുകുട്ടിയും എല്ലാം കൂടെ ആകുമ്പോൾ ഗ്രീഷ്മ പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് ഓൺട്രപ്രണറാണ്. അവളാണെങ്കിൽ കംപ്ലീറ്റ് ബിസി ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഞാനാണെങ്കിൽ ഇവിടെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് തരിക സമയമില്ല. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കാണുന്നത് വളരെ കുറവാണ് ആക്ച്വലി. റോട്ടിലിടയ്ക്ക് ഒരു ഹൈ ബൈ പറയുന്നല്ലാതെ ഇങ്ങനത്തെ ഒക്കേഷൻസിനെ കാണുള്ളൂ. അപ്പോൾ ആതിരയുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു കഴിഞ്ഞ മാസം. അച്ഛനും അമ്മയും വന്ന സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു വിഷു പുതിയ വീട്ടിൽ തന്നെ ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ വീഡിയോ എടുക്കലൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ കുറേ റീൽസ് ചെയ്യാം അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതൊക്കെ ആയിട്ട് വന്നതാണ് ഞാനും ഗ്രീഷ്മയും ഞങ്ങൾ 3 പേരും. പക്ഷെ ഒന്നും നടന്നില്ല. 12:45 വരെ അവിടെ വർത്താനം പറഞ്ഞു. രംഷേട്ടൻ 1:30 പോണ കാരണം കുറച്ച് നേരത്തെ നമ്മൾ ഫുഡ് ഇതാക്കി കേട്ടോ. അതായത് കഴിക്കാൻ വേണ്ടിയിരുന്നു. കാരണം 1:30 ഒരു 12:45 പോയാലേ ഭക്ഷണം കഴിച്ച് പായസം കുടിക്കുന്ന രംഷേട്ടനാണെങ്കിൽ നല്ല ഇഷ്ടമാണ് പായസമൊക്കെ. അപ്പോൾ അത് കുടിച്ചിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ സദ്യവട്ടങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ഒരു 20 പേർക്ക് കഴിക്കാം. ഞങ്ങളൊരു 10-11 പേരുണ്ടായിരുന്നു. പക്ഷേ ഒരു 20 പേർക്ക് കഴിക്കാനുള്ള സദ്യ ഉണ്ടായിരുന്നു. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ എത്ര കുറച്ചുണ്ടാക്കിയാലും അത് നിറങ്ങിയിരിക്കും. പിന്നെ 3-4 ദിവസം കഴിക്കാനുള്ളത് ഉണ്ടാവും. അങ്ങനെയാണ് 2 തരം പായസവും സംഭാരും എല്ലാതും ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ചില സാധനമൊക്കെ വിളമ്പാൻ മറന്നുപോയി. ചിപ്സും അതും ഇതൊക്കെ ഉണ്ട്. കാരണം ആകെ ധൃതിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞാൽ രംഷേട്ടനും അവരൊക്കെ കഴിച്ച് രംഷേട്ടൻ പോയതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നത്. കാരണം ആകെ ഒരു ധൃതി ഹെടുപിടിയെന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരുടെയും സദ്യ അടിപൊളിയായിരുന്നു. ഞങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ഒരു 6 മണി വരെ രംഷേട്ടൻ പോയിട്ട് ഞങ്ങൾ 3 പേരും ഒരു 6 മണി വരെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് കേട്ടോ. അതിന് മുന്നേ രംഷേട്ടൻ പോണതിൻ്റെ മുമ്പ് ഫോട്ടോ ഒക്കെ എടുത്തു നമ്മൾ. അങ്ങനെ സമയം 6 മണിയായിട്ടോ. രംഷേട്ടൻ 1:30 ആയപ്പോൾ തന്നെ പോയി. ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറി എത്താറായിട്ടുണ്ടാവില്ല. ഒരു 7-7:30 ആവും എത്താൻ. അപ്പം ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് 6 മണി വരെ ഞങ്ങളത് അവിടെ ആതിരയുടെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം ഞാനും മിത്തുക്കുട്ടിയും കൂടെ അല്ലേ മിത്തോസ്, ഞങ്ങൾ 2 പേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ഇന്നത്തെ വിഷു ആഘോഷം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊരു വിഷമം. വീട്ടിലേക്ക് കയറുമ്പോൾ പിന്നെ നാളെ സ്കൂളുണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ ബുധനാഴ്ച പിന്നെ ലീവാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയായിരുന്നു. വേറെ അവിടെ ഒരു പണിയില്ല. ഞങ്ങൾ റീൽസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഒന്നും സംഭവിച്ചില്ല. കുറേ പായസം കുടിച്ച് വയറ് നിറങ്ങി അവിടെ കിടന്ന് എല്ലാവരും കൂടെ വർത്താനം പറയായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോവാണ്. വീട് അടുത്ത് തന്നെയാണ് കേട്ടോ. കുറച്ച് ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.